1 ശമൂവേൽ 26:12. യഹോവയാൽ ഗാഠനിദ്ര അവരുടെ മേൽ വീണിരുന്നു. ശൗൽ രാജാവിന് എന്നും ദാവീദിനോട് അസൂയയായിരുന്നു. അതുകൊണ്ട് തന്നെ ദാവീദിനെ പല പ്രാവശ്യം കൊന്നുകളയുവാൻ നോക്കിയെങ്കിലും നടന്നില്ല. ദൈവം ദാവീദിനെപ്പറ്റി വലിയ കാര്യങ്ങൾ പദ്ധതിയിട്ടിരുന്നു. അതൊക്കെ ചെയ്തെടുക്കുവാൻ ദാവീദ് ജീവിച്ചിരിക്കേണ്ടത് ആവശ്യമായിരുന്നു. ദാവീദിൻ്റെ സന്തതിയിൽ നിന്നാണ് ഇസ്രായേൽ ജനത്തിൻ്റെ രക്ഷകനായ മശിഹ വരേണ്ടിയിരുന്നത്. ഇതൊക്കെ ദൈവിക പദ്ധതിയുടെ ഭാഗമായിരുന്നതുകൊണ്ട് ആർക്കും ഒന്നിനും ദാവീദിനെ ഇല്ലാതാക്കുവാൻ കഴിഞ്ഞില്ല. ശൗൽ തിരഞ്ഞെടുത്ത 3000-ലധികം ഭടന്മാരുമായിട്ടാണ് ദാവീദിനെ കൊല്ലുവാൻ വന്നത്. മനുഷ്യസഹജമായ ചിന്തയിൽ ആയുധധാരികളായ ഇത്രയും വലിയൊരു സൈന്യത്തിൻ്റെ നടുവിൽ ദാവീദ് സുരക്ഷിതനല്ല. ശത്രുവിൻ്റെ പാളയത്തിൻ്റെ നടുവിലേക്ക് ദാവീദിന് ധൈര്യത്തോടെ നടന്നു ചെല്ലുവാൻ കഴിഞ്ഞത് ദൈവം അവർക്കുമേൽ ഗാഠനിദ്ര വരുത്തിയത് കൊണ്ടാണ്. നമ്മുടെ ശത്രുക്കൾ എത്ര ശക്തരാണെങ്കിലും ദൈവം വിചാരിച്ചാൽ അവരെ നിശബ്ദരാക്കുവാൻ കഴിയുമെന്ന് ഈ വചനം നമുക്ക് ഉറപ്പ് നൽകുന്നു. ഇവിടെ ശൗലും കൂട്ടരും ഉറങ്ങിപ്പോയതല്ല, മറിച്ച് ദൈവം നേരിട്ടിടപെട്ട് ഉണ്ടാക്കിയ ഒരു പ്രത്യേക അവസ്ഥയായിരുന്നു അത്. കാരണം തൻ്റെ ഹൃദയപ്രകാരമുള്ള പുരുഷന് ശത്രുവിൻ്റെ മുൻപിൽ മാന്യത ലഭിക്കുവാൻ, ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെടാതെ രക്ഷപ്പെടുവാൻ, എന്നാൽ ദാവീദിൻ്റെ ഹൃദയപരമാർത്ഥതയും ദൈവഭയവും ഒക്കെ വെളിപ്പെടുത്തുവാനായി ദൈവത്തിന് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നു. ദാവീദിനെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം ശൗലിൻ്റെ സൈന്യത്തിൻ്റെ ബോധത്തെ അല്പസമയത്തേക്ക് മറച്ചു കളഞ്ഞു. ദാവീദ് ശൗലിനെ കൊല്ലാൻ ലഭിച്ച അവസരം വേണ്ടെന്ന് വെച്ചു. ദൈവം അഭിഷേകം ചെയ്തവനെ ഞാൻ തൊടില്ല എന്ന ദാവീദിൻ്റെ ഉറച്ച നിലപാട് ദൈവം മാനിച്ചു. ദാവീദ് ദൈവത്തെ ബഹുമാനിച്ചപ്പോൾ ദൈവം ദാവീദിനു വേണ്ടി ശത്രുപാളയത്തെ നിശ്ചലമാക്കി. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലും നാം ശത്രുക്കളുടെ മധ്യത്തിലാണെങ്കിലും ദൈവം നമ്മെ സുരക്ഷിതരായി സൂക്ഷിക്കും. ശത്രുപാളയത്തെ നിദ്രയിലാക്കിയായാലും ദൈവികമായ പദ്ധതിക്കായി നിൽക്കുന്ന ഒരു വ്യക്തിയെ, കുടുംബത്തെ ദൈവം സൂക്ഷിക്കും. നമ്മെ ഉപദ്രവിക്കുവാൻ വരുന്നവരുടെ പദ്ധതികളെ തകിടം മറിക്കുവാൻ ദൈവത്തിനൊരു നിമിഷം മതി. നാം ദൈവഹിതത്തിന് സമർപ്പിക്കപ്പെടുമ്പോൾ നമ്മുടെ സുരക്ഷ ദൈവം ഏറ്റെടുക്കും. ദൈവ പൈതലിനെ വിടുവിക്കുവാൻ, വിജയിപ്പിക്കുവാൻ ദൈവം അസാധാരണമായ രീതിയിൽ ഇടപെടുമെന്നും നമുക്ക് വിജയം നേടിത്തരുമെന്നും ദൈവം ഇവിടെ നമുക്ക് ഉറപ്പ് തന്നിരിക്കുന്നു, വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, അങ്ങയുടെ അത്യപൂർവ അത്ഭുതങ്ങളിൽ വിശ്വസിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.